തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി വെറും 2 ദിവസം ബാക്കി നിൽക്കെ പത്രികാ സമർപ്പണം എല്ലായിടത്തും തകൃതിയായി നടക്കുകയാണ്. വി ശിവൻകുട്ടി, പി രാജീവ്, കെ കെ ശൈലജ, മുഹമ്മദ് റിയാസ്, കെ രാജൻ, പി കെ ശ്യാമള, ടി പി രാമകൃഷ്ണൻ, എ സി മൊയ്തീൻ, ചാണ്ടി ഉമ്മൻ, രമേശ് പിഷാരടി, മാണി സി കാപ്പൻ, എച്ച് സലാം, പി കുഞ്ഞാലിക്കുട്ടി, ടൈസൺ മാസ്റ്റർ, വി മുരളീധരൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഇന്ന് ഇതുവരെ പത്രിക സമർപ്പിച്ചു. സൈഫ് സൈനുലാബുദ്ദീൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സൈഫ്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമല്ല മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം ഇന്നുകൊണ്ട് അവസാനിക്കാനുള്ള സാധ്യത എത്രത്തോളം? അതെ ജിമ്മി, ഇത് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് 3 മണി വരെ ഉണ്ട്. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 3 മണി വരെ ഉള്ളൂ. അതുകൊണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാരും ചേർന്ന് അവരവരുടെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു ഇന്ന്. നേരത്തെ ജിമ്മി സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാവരും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. പി രാജീവ്, കെ കെ ശൈലജ, മുഹമ്മദ് റിയാസ്, കെ രാജൻ, പി കെ ശ്യാമള, ടി പി രാമകൃഷ്ണൻ, എ സി മൊയ്തീൻ, ചാണ്ടി ഉമ്മൻ, മാണി സി കാപ്പൻ, ഷോൺ ജോർജ്, കെ കെ ജയേന്ദ്രൻ, ടി എ മധുസൂദനൻ, കാരായ രാജൻ, എച്ച് സലാം, ടൈസൺ മാസ്റ്റർ, പി കെ കുഞ്ഞാലിക്കുട്ടി, രമേശ് പിഷാരടി അടക്കമുള്ള എല്ലാവരും നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. സാധാരണഗതിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കഴിയുന്ന സമയത്ത് ഏതാണ്ടൊരു 140 മണ്ഡലങ്ങളിൽ നിന്നായി 2000-ൽ പരം പത്രികയാണ് വരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂറേ ഉള്ളൂ. ഒരു പത്രിക വാങ്ങാൻ തന്നെ 10-15 മിനിറ്റ് എടുക്കും. അത് വെരിഫൈ ചെയ്യുക, എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ടോ എന്ന് നോക്കുക. അതുകൊണ്ട് സമയപരിധി വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ്. എന്തായാലും ഇന്ന് നൽകാത്തവർ തിങ്കളാഴ്ച നൽകും. 2000-ഓളം പത്രിക എന്തായാലും ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് വരുമ്പോൾ അതിന്റെ എണ്ണം കുറയും. പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞ് വരുമ്പോൾ 1000-ൽ താഴെ 140 മണ്ഡലങ്ങളിലായി ഉണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെയായിരുന്നു. 1957 മറ്റോ ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അതേ രീതിയിൽ ഇത്തവണയും നിൽക്കുമെന്നാണ് കണക്കൂട്ടുന്നത്. എന്തായാലും പത്രിക സമർപ്പിക്കാത്തവർ അത് തിങ്കളാഴ്ച സമർപ്പിക്കാനുള്ള തിരക്കിലാണുള്ളത്. ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗം അങ്ങനെ സജീവമായിരുന്നു എന്ന് പറയാം ജിമ്മി. ശരി സൈഫ്.